നമ്മൾ കഴിഞ്ഞ തവണ ഒരു അരിഷ്ടത്തിന്റെ കഥ പറഞ്ഞിരുന്നു. ഒരു അരിഷ്ടത്തിന്റെ കഥ. അതിന്റെ മുമ്പ് പകര മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ ഉസ്താദ് അറിയാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അവിടെ അയാള് ഹദീസ് ഓതിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി കടന്നു വരികയാ. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ എന്നുള്ള ആയത്തൊക്കെ ഹദീസൊക്കെ ഓതിയിട്ട് ആരെങ്കിലും ഒരു പുണ്യം ചെയ്താൽ അതിന്റെ കൂലി അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വരുത്തി തീർക്കുന്നു. നോക്കൂ, ആ പറഞ്ഞ ഹദീസിന് പകരം പറഞ്ഞ ഈ അർത്ഥാണോ ഉള്ളതെന്ന് പകരം പറഞ്ഞു തന്നിട്ട് ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. ഉളുപ്പില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് നടക്കണ്ട. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചേക്കുക, തിരുത്തിയേക്കുക. ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ടല്ലോ, അത് അപകടകരമാകുന്ന അവസ്ഥാവിശേഷത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, അരിഷ്ടത്തിലേക്ക് വരാം. മൂപ്പര അരിഷ്ടം കുടിച്ച കഥ അതൊന്നും ഇട്ടുപിടിക്കി. അരിഷ്ടം കുടിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ചില കുട്ടികളൊക്കെ അരയിൽ വെക്കുന്ന കുപ്പിയിൽ വെക്കുന്ന അരിഷ്ടല്ലേ, അതാ പറഞ്ഞു, മറ്റേ അരിഷ്ടല്ല. അങ്ങനെ ചില അരിഷ്ടങ്ങളുണ്ട്. ആ അരിഷ്ടം കുടിച്ചാലുള്ള സൂക്കേട് മൂപ്പര് പറഞ്ഞ് നമ്മൾ ഇവിടെ നിട്ടീന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500-ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെള്ളമാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ശരിക്കുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാല് തടിവെപ്പുണ്ടായി. അങ്ങനെ പാല് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങളെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വലിച്ചു. അപ്പോ ഇതിന് മൂപ്പര് മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരാള് മതി, നിങ്ങൾ 50 ആളുകളെ നേരിടാൻ. മൂപ്പര് അരിഷ്ടത്തിനെ ന്യായീകരിക്കുക. അതും കൂടി വെച്ചൂട്. പി.കെ. ഉസ്താദിനെ കാണുന്ന തന്നെ ഓൾക്ക് പേടിയാണ് അത്ര. എന്നിട്ട് ഉസ്താദിന്റെ ധീരത പറയും. എന്താണെന്നറിയോ? രാത്രി ഒറ്റക്ക് ഒരാൾ 50 ആളെ നേരിട്ടു എന്ന് കറാമത്ത് വിളിച്ചു പറയാം അവിടുന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ 50 ആക്ക് ഞങ്ങൾ ഒന്ന് മതി. ഈ 50 ആളുകളെ നേരിട്ട് മൂപ്പര പവറാന്ന് അല്ല, ആ അരിഷ്ടത്തിന്റെ പവറാ. ചില അരിഷ്ടം കുടിച്ചാൽ പല ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പല ആളുകൾ അങ്ങനെ ചെയ്യുന്നതായി കേൾക്കാറുണ്ട്. അപ്പോ നമ്മളൊരു കുട്ടി വിളിച്ചു ചോദിച്ച് ആ അരിഷ്ടം പി.കെ.എം. സക്കാഫി കുടിച്ച അരിഷ്ടത്തിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോന്ന്. അതൊന്ന് ഇട്ടുകൊടുക്കി. അതെ 50 ആളെ ഒരു കുപ്പി കഷ്ണം കൊണ്ട് നേരിട്ടിട്ടുണ്ടല്ലോ നമ്മുടെ പി.കെ. സക്കാഫി ഇരിങ്ങല്ലൂര്. അതല്ല ഞങ്ങളെ കഴിവുമോനെ. അതെ, അയാൾ നാട്ടിൽ നിന്നിട്ട് ഒരു ഫസാദ് ഉണ്ടാക്കിയല്ലോ. അയാളെ കുടിച്ച അരിഷ്ടത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? അയാളെ ആ കുടിച്ച അരിഷ്ടം ഉണ്ടല്ലോ, അല്ല അത് നിങ്ങൾ കുടിച്ചില്ലേ? ആ അരിഷ്ടം കുടിച്ച 50 ആൾക്കാർ വിഷയാകുമെന്ന് മാത്രല്ല, ആ അരിഷ്ടം കുടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കാനും തോന്നൂലേ? ആൾക്കാരെ ഫസാദ് ഉണ്ടാക്കാനും തോന്നുന്നുണ്ട്. അരിഷ്ടല്ലേ അരിഷ്ടം? ഹലോ, അതെന്താ അങ്ങനെ ചോദിച്ചെന്നറിയാം? ഫസാദ് ഉണ്ടാക്കാന് മൂപ്പര് പിന്നെ പോയി കാണ്ട് അപ്പുറത്തുണ്ടായി കൊടി കെട്ടുന്ന ആൾക്കാർ ഓലോട് പോയി പറഞ്ഞു, ഞാൻ നേരിട്ട് കൊണ്ട് അങ്ങോട്ട് പോയി കാണ്ട് പറഞ്ഞു, നിങ്ങൾ കൊടിയൊക്കെ ഉണ്ട് മെറ്റോൽ അടിച്ചിട്ട് തല്ല് കുടിച്ച്. അത് ശരിയാ, നിങ്ങൾ ഒന്ന് മതി നാട്ട് ഫിത്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരിക്കട്ടെ, നമ്മളെ പകരം മൗലവി പറഞ്ഞ് ഞങ്ങൾ ഇടാൻ ബാക്കിയായി പോയ ഒരു സാധനം ഇനി പരിപാടി ഇൻഷാ അല്ലാഹ് മറുപടി പറഞ്ഞാലേ പരിപാടി വെക്കേണ്ടി വരും. ഏതായാലും ഇടാണ്ട് നിർവാഹമല്ല. അതാ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മർക്കസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്റ്റക്കായി പോയി. എന്നിട്ട്
അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല.